സമഗ്രമായ ഒരു ചട്ടപരിഷ്കരണത്തിന് തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. ഈ ചട്ടപരിഷ്കരണങ്ങൾക്ക് രണ്ട് ഉദ്ദേശമാണുള്ളത്. ഒന്ന്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തുക എന്നതാണ്. എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രം മെച്ചപ്പെടുത്തിയാൽ പോരാ, ഈസ് ഓഫ് ലിവിങ് കൂടി മെച്ചപ്പെടുത്തുക. സാധാരണ ജനങ്ങളുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമഗ്രമായ ചട്ടപരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. തദ്ദേശാദാലത്തിന് ശേഷം 124 പ്രൊപ്പോസലുകൾ പ്രിൻസിപ്പൽ ഡയറക്ടർ ഭേദഗതിക്കായിട്ട് സമർപ്പിച്ചിരുന്നു. അന്ന് 11 സർക്കാർ ഉത്തരവുകൾ, ഒരു സർക്കുലർ അതിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷമാണ് ഒരു കമ്മിറ്റിയെ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചീഫ് ടൗൺ പ്ലാനർ കൺവീനറും ആയി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. 14 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ആ 14 അംഗ കമ്മിറ്റി വിശദമായ ചർച്ചകൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നടത്തി. ഉദ്യോഗസ്ഥർ മാത്രം ചേർന്ന് ചട്ടങ്ങൾ പരിഷ്കരിക്കുക എന്ന സമീപനമല്ല സ്വീകരിച്ചത്. ജനകീയമായ രീതിയിൽ, ശാസ്ത്രീയമായിട്ട് രീതിയിൽ വിഷയങ്ങൾ ആഴത്തിൽ അപഗ്രഥിച്ചുകൊണ്ടാണ് ചട്ടഭേദഗതികൾ കൊണ്ടുവന്നത്. ഇപ്പോൾ വ്യാഖ്യാനങ്ങൾക്കുള്ള പഴുതുകൾ പരമാവധി കുറച്ചുകൊണ്ട് വ്യാഖ്യാനങ്ങൾ കൂടുതൽ കൃത്യമായി നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഭേദഗതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും വ്യാഖ്യാനങ്ങൾക്കുള്ള പഴുത് അധികം ഉണ്ടായിരുന്നതാണ് ഈ ചട്ടങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഒരേ ചട്ടം തന്നെ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന സ്ഥിതിയായി. അപ്പോൾ കൂടുതൽ വ്യക്തതയും കൃത്യതയും കൊണ്ടുവന്നു. അപ്പോൾ പലതരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള പഴുതുകൾ ഇല്ലാതാക്കി. നിലവിൽ 211 ഭേദഗതികളാണ് ആകെ കൊണ്ടുവന്നിട്ടുള്ളത്. 117 ചട്ടങ്ങൾ ഉള്ളതിൽ 57 ഭേദഗതി കൊണ്ടുവന്നു. 211 ഭേദഗതികൾ ആകെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ, ഈ സാങ്കേതികമാണല്ലോ കാര്യങ്ങൾ, അപ്പോൾ അത് നോട്ട് അതുപോലെ വായിച്ചാൽ നിങ്ങൾക്കും കൺഫ്യൂഷനാവും, അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അത് സംബന്ധിച്ചൊരു പ്രസന്റേഷൻ ഇവിടെ നടത്തുന്നതായിരിക്കും നല്ലത്. എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഭേദഗതി